നാദേന്ദ്രിയം. രചന ദക്ഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. താഴെ വീണയാൾ മണ്ണിൽ കൈയുറപ്പിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് എഴുന്നേറ്റെന്നു അവനെ ആൾക്ക് തൊട്ടുമുന്നിലേക്ക് വന്നു നിന്നിരുന്നു. മേഘനാഥൻ. തനിക്ക് മുന്നിൽ ഒരു നിശ്വാസമകലെ വന്ന് നിൽക്കുന്നവനെ കണ്ടതും ഭയത്തിനാൽ അയാളുടെ തൊണ്ടയൊന്ന് വരണ്ടു. അവന്റെ കണ്ണുകളിലെ തിളക്കത്തിന് തന്റെ പ്രാണനെടുക്കാൻ കഴിയുമെന്ന് തോന്നിപ്പോയി അയാൾക്ക്. ഇനി അടുത്തത് ആരുടെ 16 സദ്യ ഉണ്ണം കണക്കാക്കിയാടോ ഊന്നുപടി താൻ ഈ വെടക്ക് നേരത്തെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്. മേഘൻ അയാളെ നോക്കി ഒരു പുച്ഛഭാവത്തിൽ തിരക്കി. നീ എന്താ ഇവിടെ? അയാൾ തനിക്കുള്ളിലെ പതൽ മറിച്ച് താഴെ വീണപ്പോൾ പോലും പിടിവിടാതെ ചേർത്ത് പിടിച്ച കയ്യിലെ കലശം ഒന്നുകൂടെ മുറുകി പിടിച്ചുകൊണ്ട് അവൻ നോക്കി വെപ്രാളത്തോടെ ചോദിച്ചു. തന്റെ ഈ ഒടുക്കത്തെ കാലപൂജക്ക് മണിയടിക്കാൻ വന്നതാ എന്തേ? അവൻ പറഞ്ഞുകൊണ്ട് അയാളുടെ കയ്യിലെ കലശം തട്ടിപ്പറിച്ച് വാങ്ങി. ഏയ് അതിങ്ങത്താ. അയാളുടെ ശബ്ദം അവന് നേർക്കുയർന്നു. ആ നിമിഷം തന്നെ ആ മൺകലശം അവൻ ആ ബലിക്കല്ലിട്ട് ഉടച്ചിരുന്നു. അത് ആ ബലിക്കലിൽ വീണ് ഉടഞ്ഞ അടുത്ത നിമിഷം അവർക്ക് ചുറ്റിനും പരന്ന ഇരുട്ടിന് ഭയാനകമാർന്ന മറ്റൊരു രൂപം കൈവന്നു. അതുവരെ തീർത്തും ശാന്തമായിരുന്ന അന്ധകാരം ഭീതി പരത്തുന്ന ഒരു കൊടുങ്കാറ്റായി അവർക്ക് ചുറ്റും ആഞ്ഞടിച്ചു. ആ കാനനാന്തരീക്ഷത്തിന്റെ ശാന്തതയെ പാടെ തകർത്തെറിഞ്ഞുകൊണ്ട് കൂമിന്റെയും കുറുക്കിന്റെയും എല്ലാം ഓരിടൽ അവിടമാകെ ഭീതിയുടെ കാഹളം മുഴക്കി. അന്തരീക്ഷത്തിൽ പെട്ടെന്നുണ്ടായ മാറ്റത്തിൽ കാറ്റിലാടിയ മരച്ചില്ലകൾ പരസ്പരം ഉരസി ഭയാനകമായ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു. ഉടഞ്ഞ മൺകലശത്തിൽ നിന്നും കറുത്ത നിറത്തിലുള്ള എന്തോ ഒരു ദ്രാവകം ആ ബരിക്കലിലേക്ക് ഒഴുകിയിറങ്ങി നുരഞ്ഞ് പതഞ്ഞ് നിമിഷങ്ങൾക്കകം ആ അന്തരീക്ഷത്തിലാകെ ശ്വാസം മുട്ടിക്കുന്ന ഒരു ഗന്ധം പടർന്നു. ചതിച്ചല്ലോടാ പാപി നീ! നഷ്ടബോധത്താലും അതിലുപരി ഭയത്താലും അയാളുടെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. കാലിലെ ശേഷിച്ച ബലം കൂടി നഷ്ടപ്പെട്ട അയാൾ ആ തണുത്ത മണ്ണിലേക്ക് മുട്ടൂത്തി വീണു. അയാളുടെ കണ്ണുകളിൽ അതുവരെ ഉണ്ടായിരുന്ന ക്രോധത്തിന്റെ സ്ഥാനത്ത് ഇപ്പോൾ മരണഭയം നിഴലിച്ചു തുടങ്ങി. എന്നോട് ആജ്ഞാപിക്കുന്നോ? തന്റെ ഈ ആജ്ഞാപനവും ആക്രോശവും കേൾക്കുമ്പോഴേക്കും മുട്ടിടിക്കുന്ന കുറെ എണ്ണം തനിക്ക് ചുറ്റിനും കാണും. അവരുടെ കൂട്ടത്തില് ഈ മേഘനാഥനില്ല. എന്നോട് ആജ്ഞാപിക്കാനും മാത്രം വഴക്കമൊന്നും നാൽപ്പാട്ട് ശങ്കരൻ തമ്പിയുടെ നാവിനില്ല. ഇനിയൊട്ടും ഉണ്ടാവാനും പോകുന്നില്ല. അവനെ അയാൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഒരു താക്കീതിന്റെ സ്വരത്തിൽ പറഞ്ഞു. നീ എന്തിനാണോ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അയാൾ തനിക്കുള്ളിൽ അമർഷമത്രയും അവന് നേർക്ക് അഴിച്ചുവിട്ടുകൊണ്ട് ചോദിച്ചു. അതിന് മറുപടി എന്നോണം അവൻ തന്റെ അരികിൽ തിരികുന്ന ഒരു കത്തി പുറത്തേക്ക് എടുത്തു. അവന്റെ കയ്യിൽ ആ കത്തി കാണെ അയാൾക്കുള്ള ഒന്ന് കിടയെടുത്തു. അയാൾ നന്നെ പതറിക്കൊണ്ട് അവനെ നോക്കിയ അതേ നിമിഷം തന്നെ ആ കത്തി അയാളുടെ വലത് കൈ തുടയിൽ നിന്ന് താഴേക്ക് ആഴത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് കടന്നുപോയി. വേദന കൊണ്ട് അയാളുടെ സ്വരം ആ കാരന്റെ അന്തരീക്ഷത്തെ ആകെ ഇളക്കി മറിച്ചതും അവനെ അയാളുടെ വാപുത്തി പിടിച്ചുകൊണ്ട് അയാളെ പുറകിൽ നിന്ന് ചുറ്റി വരിഞ്ഞു. പോരാ, നേരത്തെ എന്നോട് ആജ്ഞാപിച്ചപ്പോ തനിക്ക് ഇതിലും തൊള്ളയുണ്ടായിരുന്നല്ലോ. അവൻ തന്റെ കൈക്കുള്ളിൽ കിടന്ന് പിടയുന്ന അയാളുടെ വായിലെ പിടിയൊന്ന് അമർത്തിക്കൊണ്ട് മുരണ്ടതും അയാളിൽ നിന്ന് മുകളിലും ഞെരക്കങ്ങളും പുറത്തേക്ക് വന്നു. പറഞ്ഞതല്ലേ ഞാൻ, അവൾക്ക് പുറകെയുള്ള തന്റെ പാച്ചിൽ അവസാനിപ്പിച്ചേക്കാൻ പറഞ്ഞല്ലേ? അവൻ ഇല്ലുകൾ നുറുകും വിധ അയാളെ വരിഞ്ഞു മുറുക്കി. പെട്ടെന്ന് ആ നിമിഷത്തെ തടസ്സപ്പെടുത്താനെന്നോണം ആനന്ദന്റെ ശബ്ദം അവന് നേർക്ക് ഉയർന്നു. അവൻ ചുണ്ടിൽ വിരിഞ്ഞ പുച്ഛച്ചിരിയോടെ അയാളുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് തന്റെ കയ്യിൽ കിടന്ന് പിടയുന്ന ശിവശങ്കരനെ ഞെരിച്ചമർത്തിക്കൊണ്ട് താഴേക്ക് തള്ളിയിട്ടു. അച്ഛാ! അയാൾ ഒരു വിളിയോടെ ശിവശങ്കരന്റെ അടുത്തേക്ക് ഇരുന്നു. നീ എന്താടാ എന്റെ അച്ഛനെ ചെയ്ത്? ആനന്ദൻ അയാളെ ചേർത്ത് പിടിച്ചുകൊണ്ട് എരിയുന്ന കണ്ണുകളോടെ അയാളെ നോക്കി ചോദിച്ചു. തനിക്ക് കാണണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ അത് ഞാൻ ഒന്നുകൂടെ ചെയ്ത് കാണിക്കാം. എന്താ? അവൻ കയ്യിലെ കത്തി വലിച്ചെറിഞ്ഞുകൊണ്ട് അയാളെ നോക്കി ചോദിച്ചു. എന്താടാ? എന്തിനാ നീ? അയാളത് ചോദിച്ചു തീർന്നില്ല. അതിനു മുന്നേ മേഘന്റെ കൈ അയാളുടെ കോളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അയാളെ തനിക്കരികിലേക്ക് വലിച്ചു ചേർത്തു. നിന്റെ തന്തയുടെ ദേഹം ഒന്ന് മുറിഞ്ഞപ്പോഴേക്കും നിനക്ക് നൊന്തോടെ അനന്തൻ നമ്പുരാനെ? അവൻ ചോദിച്ചുകൊണ്ട് അയാൾ അവന്റെ വണ്ടിയിലേക്ക് ചേർത്ത് നിർത്തി. കഴിഞ്ഞ ദിവസം ഇതേ നീളത്തിൽ ഒരെണ്ണം എന്റെ പെണ്ണിന് നീയൊക്കെ കൂടി കൊടുത്തിരുന്നില്ലേ? അന്ന് അവള് പെടഞ്ഞതിന്റെ പകുതി പോലും നിന്റെ ഈ തന്ത പെടഞ്ഞിട്ടില്ലടാ ആനന്ദ. എന്റെ സ്വഭാവം വെച്ച് അതേ വേഷം നിന്റെ ഈ കാവടി തന്തയുടെ നെഞ്ചിലേക്ക് കുത്തിയിറക്കേണ്ട സമയം കഴിഞ്ഞു. എന്നിട്ടും ഞാനത് ചെയ്യാത്ത എന്താണെന്നറിയാം നിനക്ക്? അവനെ അയാളുടെ കഴുത്തിലെ പിടിമുറുക്കിക്കൊണ്ട് മുരണ്ടതും അയാളുടെ കണ്ണുകളും തുറിച്ചു വന്നു. ഈ ഉത്സവം കൊടിയേർന്ന് കാണാൻ നീയും നിന്റെ ഈ തന്തയും ജീവനോടെ വേണമെന്ന് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ടാ. നിന്റെയൊക്കെ നെഞ്ചത്തൂടെ വേണം എനിക്ക് ചന്ദനക്കാവിലെ കൊടിമരം കെട്ടാൻ. അവനെ അയാളെ കഴുത്തിന് പിടിച്ച് തള്ളിക്കൊണ്ട് അലറി. അയാൾ ശ്വാസം കിട്ടാതെ കഴുത്തിൽ കൈവച്ചുകൊണ്ട് ആഞ്ഞു ചുമച്ചു. എന്നിൽ നിന്ന്, ഈ മഹേശ്വര മേഘനാഥിൽ നിന്ന് താൻ അവളെ പറിച്ചു മാറ്റാൻ ഒരുങ്ങിയ നിമിഷം തനിക്കുള്ള ശരശയ്യ ഞാൻ ഒരുക്കി കഴിഞ്ഞു ശിവശങ്കര.
ഇനി ബാക്കിയുള്ളത് തന്നെ അതിലിട്ട് ചുട്ടരിക്കുക എന്ന പ്രക്രിയ മാത്രമാ. അത് ചെയ്യുന്ന കൈകൾ എന്റെ അവന്റെ എന്ന് പ്രാർത്ഥിച്ചോ താൻ. അങ്ങനെ സംഭവിച്ച ഈ ലോകത്ത് ആരും ഏറ്റുവാങ്ങാത്ത വിധം ക്രൂരമാർന്ന മരണമായിരിക്കും തന്നെ തേടിയെത്തുക. അവൻ അയാൾ നോക്കി പറഞ്ഞുകൊണ്ട് അവിടുന്ന് തിരികെ നടന്നു. പിന്നെ എന്തോർത്ത പോലെ അയാൾക്ക് മുന്നിലേക്ക് മുട്ടുമടക്കിയിരുന്നു. തനിക്ക് ഹോമിച്ച് കളിക്കാൻ എന്റെ ഈ മേഘനാഥന്റെ പട്ടമാഷിയെ തന്നെ വേണം അലടാ. അവൻ തനിക്ക് മുമ്പിൽ മുറി പറ്റിയ കൈപ്പൊത്തി പിടിച്ച് തന്നെ എരിയുന്ന കണ്ണുകളോടെ നോക്കുന്ന അയാളെ നോക്കി പല്ലിയടിച്ചുകൊണ്ട് ചോദിച്ചു. അവന്റെ വാക്കുകൾ മനസ്സിലാവാത്ത പോലെ അയാളുടെ നെറ്റി ഒരു നിമിഷം ചുളിഞ്ഞെങ്കിലും അടുത്ത നിമിഷം കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ട പോലെ അയാളുടെ മുഖം ഭയത്താൽ വിളറി വെളുത്തു. ഇലവത്തൂർ കോവിലത്തെ ഭുവിക ദുർഗ, അവൾ ഈ ചന്ദ്രമംഗലത്തെ മഹേശ്വര മേഘനാഥന് സ്വന്തമായിട്ട് ഇന്നേക്ക് ഇത് 10ാം നാൾ. അവന്റെ വാക്കുകൾ കേൾക്കെ ഒരു നിമിഷം അയാളുടെ ശരീരമാകൊന്ന് വിറച്ചുപോയി. കേട്ട വാർത്തയുടെ നടുക്കത്തിൽ അയാൾ അവനെ കണ്ണുമിഴിച്ച് നോക്കി നിന്നു. എന്റെ ഈ മേഘനാഥന്റെ ഭാര്യ അപഹരിക്കാൻ കഴിയുമെങ്കിൽ അതിനൊന്ന് ശ്രമിച്ചു നോക്കുതാൻ. അവൾ അവിടെ എനിക്കൊപ്പം ചന്ദ്രമംഗലത്തുണ്ട്. എന്റെ ഈ കൈകളിൽ നിന്ന് അവളെ പറിച്ചു മാറ്റാനുള്ള ശക്തി തന്റെ ഈ ശോഷിച്ച കരങ്ങൾക്കുണ്ടോ എന്ന് ഞാനൊന്ന് കാണട്ടെ. അവനെ അയാളെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ വണ്ടിയെടുത്ത് പോയി. ശിവശങ്കരൻ തമ്പിക്കുള്ളിൽ അവന്റെ വാക്കുകളൊന്ന് വിടാക്കിടന്ന് കറങ്ങിക്കൊണ്ടിരുന്നു. അവന്റെ ആ എന്റെ ഭാര്യ എന്ന പ്രയോഗത്തിന് അയാളെ ജീവനോടെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്താനുള്ളത്ര കേൾപ്പുണ്ടായിരുന്നു. നാളിത്രയും താൻ കണക്കൂട്ടിയെന്ന് ഇനി നടക്കില്ലെന്നോർക്കെ അയാളിൽ അതൊരുപോലെ ഭയവും ദേഷ്യവും പടർത്തി. സർവവും നഷ്ടപ്പെട്ടവരെ പോലെ അയാൾ ആ വെറും മണ്ണിരുന്നുകൊണ്ട് അലറി വിളിച്ചു. അത് ആ അന്തരീക്ഷത്തെ കൂടുതൽ ഭയാനകമാക്കി മാറ്റി. മേഘന്റെ വാഹനം പടിപ്പുര കടന്നു വന്നതും അവിടെ ഉമ്മർത്തി ചാരുപടിയിലിരുന്നവൾ അവിടുന്ന് എഴുന്നേറ്റു. വണ്ടിയിൽ നിന്നിറങ്ങിയവന്റെ മുറുകിയ മുഖം കാണെ അവളുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. അവൻ അതേ മുഖത്തോടെ നേരെ നോക്കിയതും തന്നെ പ്രതീക്ഷിച്ചെന്ന പോലെ ഉമ്മർത്തിരിക്കുന്നവളെയാണ് കണ്ണിൽ കണ്ടത്. അതുവരെ മുറുകിയിരുന്ന മുഖമയാൻ ആ ഒരു കാഴ്ച തന്നെ ധാരാളമായിരുന്നു. എന്താണ് ഭാര്യ ഈ നേരത്ത് ഉമ്മർത്ത് വന്നൊരു ഇരിപ്പൊക്കെ? ഈ ഉള്ളവനെ കാത്തിരുന്നതാണോ? അവൻ കാലിലെ ചെരുപ്പഴിച്ചിട്ട് അകത്തേക്കായിരുന്നിടെ തിരക്കി. എവിടെയായിരുന്നു? എന്നാൽ അവന്റെ ആ ചോദ്യത്തെ പാടെ അവഗണിച്ചുകൊണ്ട് അവളിൽ നിന്ന് ഉയർന്ന അതായിരുന്നു. ക്ഷേത്രത്തില്. അല്ലാണ്ട് ഞാൻ വേറെ എവിടെ പോവാൻ? വൈകിട്ട് കുളിച്ചോ? അവൻ അവൾക്കടുത്തേക്ക് നിന്ന് അവളെ ഒന്ന് മണത്തോയും കൊണ്ട് ചോദിച്ചു. മാറങ്ങോട്ട്. അവൾ തന്നെ തോളോട് ചേർന്ന് വന്ന് അവന്റെ മുഖം പിടിച്ച് തള്ളി മാറ്റിക്കൊണ്ട് അവനെ കണ്ണു കുറിപ്പിച്ച് നോക്കി. നീ ഇങ്ങനെ എപ്പോഴും എന്നെ തള്ളാതിന്റെ ബൊമ്മിക്കുഞ്ഞേ. അവനകത്തേക്കൊന്ന് എത്തി നോക്കിക്കൊണ്ട് അവളെ കൈകളിലേക്ക് കോരിയെടുത്തു. അവരുറങ്ങിയോ? അവൻ തന്നെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് തന്റെ കയ്യിൽ കിടക്കുന്നവളുടെ ചുണ്ടിൽ അമർത്തി മുത്തിക്കൊണ്ട് ചോദിച്ചു. ഇല്ല, എല്ലാരും ഇയാൾ പോലെ രാത്രി സർക്കിന്ന് നടക്കില്ലേ? ആളവനെ നെഞ്ചിലും തല്ലിക്കൊണ്ട് പറഞ്ഞു. നീ എന്നെ ഇപ്പോഴേ ഇങ്ങനെ ചരടിട്ട് വലിക്കാതെ ഭാര്യയെ. അവൻ അവളെ ഒന്ന് പൊക്കി പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. കഴിക്കണ്ടേ? തന്നെയും കൂട്ടി മുകളിലേക്ക് പടികൾ കയറുന്നവർ നോക്കി അവൾ ചോദിച്ചു. നീ കഴിച്ചോ? അത് മതി. അവൻ പറഞ്ഞുകൊണ്ട് അവളുമായി മുറിയിലേക്ക് കയറി. സത്യം പറയും, ഇയാൾ കുടിക്കാൻ പോയതല്ലേ? ആളവന്റെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചൊന്ന് മണത്തുപോയിക്കൊണ്ട് ചോദിച്ചു. അവനവളെ കട്ടിലേക്ക് ഇരുത്തിയിരുന്നു. ദേ കയ്യിന് വയ്യാതിരിക്കാന്ന് ഞാൻ നോക്കില്ല, ഒന്നാ വെച്ചെന്നാലുണ്ടല്ലോ. അവൻ ആൾക്ക് നേരെ തന്റെ കൈമുട്ടോയിക്കൊണ്ട് പറഞ്ഞു. എന്റെ ഒരു കൈയെ കീറിയിട്ടുള്ളൂ, മറ്റേ കൈക്ക് ഒരു കുഴപ്പമില്ല, അത് ഓർത്തിട്ട് വേണം ഇയാൾ കീറാൻ വരാൻ. ആൾ അവൻ നോക്കി ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു. ഓ ഇവള് എന്റെ പൊന്നു കുഞ്ഞ്, ദേ നോക്കി ഞാൻ പച്ചയാടി. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടിലൊന്ന് അമർത്തി മുത്തി. അതിന് തന്നെ ഇങ്ങനെ ഉമ്മോക്കുന്നേ? ആളവന്റെ വായ പൊത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. നാഥന് കൊതിയായിട്ടല്ലേടി? അവൻ അവളുടെ കൈയെടുത്ത് മാറ്റിക്കൊണ്ട് ആ ചുണ്ടുകളെ വീണ്ടും ഒന്ന് മുത്തിമാറി. എത്ര നാളായിടി? അവൻ അടഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് അവളുടെ കീഴ്ചുണ്ടിനെ ഒന്ന് കടിച്ചു വലിച്ചു. ഉമ്മണി. ആളവന്റെ താടിയിൽ പിടിച്ചൊന്ന് വലിച്ചുകൊണ്ട് കുറുമ്പോടെ വിളിച്ചു. എന്തോ? അവനൊരു താളത്തിൽ വിളിയേറ്റുകൊണ്ട് അവളെ ഹെഡ് റെസ്റ്റിലേക്ക് ചായച്ചു. ശേഷം അവളുടെ അരയിലൂടെ കൈ ചുറ്റി അവളിലേക്ക് ചാഞ്ഞുകൊണ്ട് ആ കീഴ്ചുണ്ടിനെ തന്റെ ചുണ്ടുകളാൽ ബന്ധിച്ചു. അവന്റെ ആ പ്രവൃത്തി തീർത്ത സുഖകരമായ അനുഭൂതിയിൽ അവളിൽ നിന്നൊരു ശബ്ദം പുറത്തേക്ക് തെറിക്കുന്നതിനൊപ്പം ഇടത് കൈ അവന്റെ പിൻകഴുത്തിൽ അമർന്നു. ഒരുപാട് ആഗ്രഹിച്ച നിമിഷമായതുകൊണ്ട് തന്നെ അവന്റെ ചുണ്ടുകൾക്ക് ആ നിമിഷം വല്ലാത്തൊരു വ്യഗ്രതയായിരുന്നു. എങ്കിലും അവൾ അവനിൽ അടിമപ്പെടുത്തുന്ന ഒരുതരം വശ്യതയിൽ നിറഞ്ഞു നിന്നു. ചുണ്ടുകൾ അവളിലെ മധുരത്തെ ഒന്ന് വിടാതെ ഒപ്പിയെടുക്കുമ്പോൾ ആ പരിക്കൻ കൈകൾ അവളുടെ വയറിൽ പലതവണയായി മുറുകിയമർന്നു. അത് അവളിലെ പെണ്ണിനെ തന്റെ പുരുഷനിൽ തളച്ചിടുന്നവയായി മാറി.
അവളൊന്ന് മൂളിക്കൊണ്ട് അവന്റെ മുടിയിലൂടെ വിരൽ കൊരുത്തു വലിച്ചുകൊണ്ട് അവനിൽ പൂർണ്ണമായും അടിമപ്പെട്ടുപോയി. ദീർഘനേരം നീണ്ടുന്ന ആദരവാനത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ട് അവൻ അവളുടെ തോളിലേക്ക് മുഖം ചേർത്ത് വെച്ച് കിതച്ചു. ഈ ഒരു കാര്യത്തിന് ഇയാൾക്ക് വ്രതൊന്നുമില്ലേ? അവൾ തന്നെ തോളിലൂടെ അരിച്ചിറങ്ങുന്ന അവന്റെ ചുണ്ടുകളുടെയും ഈശ്വരോമങ്ങളുടെയും ചലനത്തിലൊന്ന് കുളിർന്ന് വിറച്ചുകൊണ്ട് കിതപ്പോടെ ചോദിച്ചു. ഏയ്, ഈ നാതിൽ കൂട്ടിലടി ഭൂമി. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ തോളിൽ നിന്ന് വസ്ത്രം വലിച്ചു മാറ്റിക്കൊണ്ട് അവിടെ ആകെ ചുംബനങ്ങളിൽ മൂടിക്കൊണ്ടിരുന്നു. അവളൊരു ചിരിയോടെ അവനെ തന്റെ കഴുത്തിടുക്കിലേക്ക് അടുക്കി പിടിച്ചു. എന്തിനാണ് യക്ഷി നീ എന്നെ ഇത്ര നാൾ പട്ടിണി കിട്ടത്? നീ കുറച്ച് നേരത്തെ എഴുന്നള്ളിയിരുന്നെങ്കിൽ ഞാൻ ഈ മധുരൊക്കെ കുറച്ച് നേരത്തെ നുണഞ്ഞേനായിരുന്നില്ലേ? അവൻ അവിടെ കഴുത്തിലെ ഞരമ്പിൽ ഒന്ന് കടിച്ച് നുണഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇതിപ്പോ അവൻ ബാക്കി പറയാതെ അവളുടെ ഉടുപ്പിന്റെ ആദ്യത്തെ ഹുക്കൊന്ന് കടിച്ചു മാറ്റിയതും അവൾ അവനെ കിടക്കയിലേക്ക് തള്ളിയിട്ടു. ആദ്യം ഇയാൾ പോയി വ്രതമൊക്കെ കഴിഞ്ഞു എന്നിട്ടാ ബാക്കി കലാപരിപാടികളൊക്കെ. അവൾ ആ ഹുക്കിടാൻ ശ്രമിച്ചുകൊണ്ട് അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ വരും, അന്നേരം എന്റെ പൊന്ന് വേറെ വല്ലതും കുത്തിപ്പിടിച്ചുകൊണ്ട് വന്നാലോ? അവനൊന്ന് ഉരുണ്ടു മറിഞ്ഞ് അവളുടെ മടിയിലേക്ക് ഇടുന്നുകൊണ്ട് പറഞ്ഞു. ഉറപ്പില്ല. അവൾ അവനെ നോക്കാതെ പറഞ്ഞതും അവൻ അവളുടെ വയറിൽ അമർത്തി കടിച്ചിരുന്നു. പൊട്ടി! അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് അലറി. അവൻ അവളെ നോക്കി കീഴ്ച്ചുകൊണ്ട് കടിച്ചൊന്ന് ചിരിച്ചുകൊണ്ട് ആ മടിയിൽ അങ്ങനെ കിടന്നു. ഉച്ചക്കുരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് പോയ ഇന്ദ്രൻ തിരികെ വീട്ടിലെത്തുമ്പോൾ സമയം 10 കഴിഞ്ഞിരുന്നു. അവൻ കോളിംഗ് ബെല്ലടിച്ച് വാതിൽ തുറക്കുന്നതും കാത്ത് അവിടെ നിന്നു. കുറച്ചു നിമിഷത്തിന് ശേഷം അവന് മുന്നിൽ ആ വാതിൽ തുറക്കപ്പെട്ടു. നീ എന്താ വൈകിയത്? അകത്തേക്ക് വന്നവനെ നോക്കി സൗദാമിനി ചോദിച്ചു. എന്നാൽ അതിനൊരു മറുപടി അവനിൽ നിന്നൊന്നും വന്നില്ല. അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ അകത്തേക്ക് കയറി. എനിക്ക് കുറച്ച് വെള്ളം വേണം, അവൻ പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന സോഫ സെറ്റിലേക്ക് ഇരുന്നു. അവർ ധൃതിയിൽ അകത്തേക്ക് നടന്നു. അല്പം കഴിഞ്ഞ് അവനരികിലേക്ക് തിരികെ എത്തിയവരുടെ കയ്യിൽ അവന് കുടിക്കാനുള്ള വെള്ളം ഉണ്ടായിരുന്നു. എന്നാൽ അവനത് കൈനീട്ടി വാങ്ങുന്നതിന് മുന്നേ ആ ഗ്ലാസ് മറ്റൊരു കൈക്കലാക്കിയിരുന്നു. അടുത്ത നിമിഷം അവരിരുവരുടെയും കണ്ണ് ഒരുപോലെ മിഴിപ്പിച്ചുകൊണ്ട് ആ വെള്ളം അത്രയും സൗദാമിയുടെ മുഖത്തേക്ക് അവൾ ആഞ്ഞു വീശിയിരുന്നു. അവളുടെ ആ പ്രവൃത്തി തീരെ പ്രതീക്ഷിക്കാത്തതായിരുന്നുകൊണ്ട് തന്നെ സെറ്റിൽ നിന്ന് ഇന്ദ്രനൊന്ന് ഞെട്ടിക്കൊണ്ട് എഴുന്നേറ്റു. മുഖത്തൂടെ ഒഴുകിയിറങ്ങുന്ന വെള്ളം തുടച്ചു മാറ്റിക്കൊണ്ട് നേരെ നോക്കിയ സൗദാമിനി കാണുന്നത് തന്നെ ഇരിക്കാൻ പാത്തിൽ നിൽക്കുന്ന നീലിയെയാണ്. നീലി! ഇന്ദ്രൻ ഞെട്ടിലോടെ അവളെ വിളിച്ചു. എന്നാൽ അവളുടെ ദൃഷ്ടി അത്രയും പതിഞ്ഞിരിക്കുന്നത് തനിക്ക് മുന്നിൽ നനഞ്ഞ മുഖത്തോടെ നിൽക്കുന്നവരിലാണ്. സൗദാമിനി തന്നെ നനഞ്ഞ മുഖമൊന്ന് അമർത്തി തുടച്ച് തീക്ഷ്ണമാർന്ന കണ്ണുകളോടെ തനിക്ക് മുന്നിൽ നിൽക്കുന്നവളിലെ മാറ്റത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ നോക്കി നിന്നു. മേലിൽ ഇത് ആവർത്തിക്കരുത്, അവൾ അവർക്ക് നേരെ തന്റെ വിരൽ ചൂണ്ടിക്കൊണ്ട് താക്കിയതിന്റെ സ്വരത്തിൽ പറഞ്ഞു. അവർ നന്നായി തന്നെ പതറി. എന്ത്? നിന്റെ ഭാര്യയ്ക്ക് എന്താണ് ഇന്ദ്ര ഭ്രാന്ത് പിടിച്ചോ? അവർ തനിക്കുള്ളിലെ പതറൽ മറച്ചുകൊണ്ട് അവനോട് ശബ്ദമുയർത്തി. ഭ്രാന്ത് എനിക്കല്ല, നിങ്ങൾക്കും നിങ്ങളുടെ ഭർത്താവിനുമാ. കാലങ്ങളായി കുമിഞ്ഞുകൂടിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ മനസ്സിലെ വിഷം ഉള്ളിൽ അടിഞ്ഞുകൂടി അത് ഭ്രാന്തായി മാറിയതാ. നിങ്ങളുടെ ആ മതിഭ്രമം തീർക്കാൻ എന്റെ ഭർത്താവിനെ കരുവാക്കിയാനുണ്ടല്ലോ. അവളുടെ ശബ്ദത്തിൽ ഒരു ഭീഷണിയുടെ സ്വരം ഉയർന്നിരുന്നു. എപ്പോഴത്തെയും പോലെ നിങ്ങളുടെ ആട്ടുന്നുപ്പും കേട്ട് ഞാൻ മിണ്ടാതിരിക്കുന്ന വല്ല വിചാരം ഉണ്ടെങ്കിൽ ഇല്ലത്തമതങ്ങ് മാറ്റിവെച്ചേക്ക്. അവളുടെ ഈ ഭാവമാറ്റത്തിന്റെ കാര്യം മനസ്സിലായില്ലെങ്കിൽ കൂടി അവളിൽ ആദ്യമായി കാണുന്ന ഈ മാറ്റത്തെ ഇന്ദ്രൻ അത്രയും ഇഷ്ടത്തോടെയാണ് നോക്കി നിന്നത്. ഒരിക്കലെങ്കിലും അവളുടെ ശബ്ദം ഇതുപോലെ അവർക്ക് നേരെ ഉയർന്നിരുന്നെങ്കിലെന്ന് തോന്നിയിട്ടുണ്ട് അവന്. അവനേറെ പ്രണയത്തോടെ അവളെ നോക്കി നിന്നു. നീ ആരോടാ സംസാരിക്കുന്നെന്ന് ഓർക്കുന്നത് നല്ലതാ ഇന്ദ്ര. ഇവള് പറയുന്നത് നീ കേൾക്കുന്നില്ലേ? അവളെ നോക്കി അവജ്ഞയോടെ പറഞ്ഞുകൊണ്ട് അവരെ നോക്കി നിൽക്കുന്ന ഇന്ദ്രനോടായി ചോദിച്ചു. എന്തിനാ ഇന്ദ്രനെ വിളിക്കുന്നത്? തിരികെ പറയാൻ നിങ്ങളുടെ വായിൽ നാക്കിലായ്മയൊന്നുമില്ലല്ലോ. അവൾ പറഞ്ഞു. അവളെ ദേഷ്യത്തോടെ നോക്കി. അതോ വിഷം തുപ്പി ആളോടെ കൊല്ലാൻ മാത്രമേ അത് ഉപയോഗിക്കുന്നുണ്ടോ? അവളുടെ പുച്ഛം കലർന്ന സംസാരം കേൾക്കെ അവരിൽ ക്രോധം വർദ്ധിച്ചു. ഇന്ദ്ര, ഇവ മതി, നിർത്ത്! അവളുടെ ശബ്ദം അവിടെ ഉയർന്നു. ആ നേരം തന്നെയാണ് ശിവശങ്കരനെയും താങ്ങി പിടിച്ചുകൊണ്ട് അനന്തൻ ഉമ്മറപ്പടി കടന്ന് അകത്തേക്ക് വന്നു. ഇനി ഒരിക്കൽ കൂടി നിങ്ങളുടെ ഈ പുഴുത്ത നാവുകൊണ്ട് എന്റെ ഭർത്താവിന്റെ പേരുച്ചരിച്ചാലുണ്ടല്ലോ. അവൾ അവർക്ക് താക്കീത് നൽകി. അയ്യോ, ഈ പെണ്ണ് പറയുന്നതൊന്നും നീ കേൾക്കുന്നില്ലേടാ. നിന്നെ ഇങ്ങനെ വളർത്തി വലുതാക്കി എന്നോട് വിളി പറയുന്നൊന്നും നിന്റെ കാതിലേക്ക് വീഴുന്നില്ലേ? ആ ഒരു കള്ളക്കരച്ചിലോടെ ഇന്ദ്രൻ നോയി ചോദിച്ചു. പക്ഷെ അവന് നോട്ടമത്രയും ചെന്ന് പതിക്കുന്നത് കോപം കൊണ്ട് വിറച്ചിരിക്കുന്ന തന്റെ പെണ്ണിലാണ്. അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ, സംസാരിക്കുമ്പോൾ കൈകൊണ്ടുള്ള ചേഷ്ടകൾ, അതിലെല്ലാം അവന്റെ കണ്ണുകൾ ഒരു നിമിഷം ഉടക്കിപ്പോയി. അത്ര നേരം അവൾ ഉറ്റുനോക്കിയ കണ്ണുകളിലെ പ്രണയം പാടെ മാഞ്ഞുപോയി. മുന്നിൽ നിൽക്കുന്നവൾ അവൾ തന്നെ നീനിയല്ലാത്ത പോലെ. അത്ര നേരം പ്രണയത്തോടെ അവളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന അവന്റെ മിഴികളൊന്ന് ചുരുങ്ങി. നിങ്ങളുടെ ഈ കള്ളക്കരച്ചിൽ കണ്ടാലൊന്നും ഇവിടെ ആരുടെയും ഹൃദയം പോകുന്നില്ല. വെറുതെ കരഞ്ഞൂവിയുള്ളിലെ വിഷം പുറത്തേക്ക് ഒഴുക്കിക്കളയണ്ട. അവളുടെ ആ വർത്തമാനം കേട്ടവർ തന്റെ ദേഷ്യം അടക്ക വയ്യാതെ അവരെ നോക്കി എന്തോ പറയാമെന്നോ.
ആനന്ദൻ താങ്ങി പിടിച്ചുകൊണ്ടിരുന്ന ശിവശങ്കരനെ കാണെ അവരൊന്ന് തറഞ്ഞിന്നു പോയി. അയ്യോ തമ്പിയേട്ടാ, എന്താ എന്താ പറ്റിയേ? അവരെ ആൾക്കടുത്തേക്ക് ഓടിക്കൊണ്ട് ആകുലതയോടെ ചോദിച്ചു. എന്നാൽ അയാളുടെ നോട്ടം പതിച്ച അത്രയും നീലിയിലാണ്. അവളുടെ കണ്ണുകളിൽ തനിക്ക് നേരെ ആളിപ്പടരാൻ വെമ്പൽ കൊള്ളുന്ന അഗ്നിയിലാണ്. ആ നിമിഷം ആ കണ്ണുകൾ അയാളെ ഭൂതകാലത്തിന്റെ മറ്റൊരു ജോഡി കണ്ണുകളെ ഓർമ്മപ്പെടുത്തി. കാലങ്ങൾക്ക് ശേഷം അവളുടെ മുഖം അയാൾക്ക് മുമ്പിൽ അത്രയും മിഴിവോടെ തെളിഞ്ഞു നിന്നു. അവളുടെ ആ കണ്ണുകൾ തന്നെ കൊത്തി വലിക്കുന്ന പോലെ. ആ നിമിഷം അയാളുടെ ശരീരത്തിലൂടെ ഒരു വിറയിൽ കടന്നുപോയി. എന്താ തമ്പിയേട്ടാ പറ്റിയേ? എന്താണ് ആനന്ദ? എന്താ ആരും ഒന്നും പറയാത്തേ? അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല, ഞാനൊന്ന് വീണു, അത്ര തന്നെ. ശിവശങ്കരൻ പറയുന്നത് സൗദാമിനിയോടാണെങ്കിലും നോട്ടം ഇപ്പോഴും നീയിൽ തന്നെയാണ്. ആ കണ്ണുകളിൽ എരിഞ്ഞമരുന്ന അഗ്നിയിലാണ്. എന്നാൽ അയാളുടെ ആ വാക്ക് കേട്ടതും അതുവരെ അയാളെ വീക്ഷിച്ചുകൊണ്ടിരുന്ന ഇന്ദ്രന്റെ ചുണ്ടുകളൊന്ന് കോടിപ്പോയി. വാ തമ്പിയേട്ടാ, നമുക്ക് മുറിയിലേക്ക് പോവാം. അവരയാൾ അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോഴും അയാളുടെ നോട്ടം അവളൊരു വിളിയിൽ തങ്ങി നിന്നു. ഒന്ന് നിന്നേ. തന്നെ മറികടന്നു പോകുന്നവരെ കാണെ അവളുടെ ശബ്ദം ഉയർന്നു. അയാൾ നടത്തി നിർത്തി അവളെ നോക്കി. അവൾ അയാൾക്ക് മുന്നിലേക്ക് വന്നു നിന്നു. ഇനി ഒരിക്കലും ഇന്ദ്രന്റെയും നീലിയുടെ ഇടയിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചുമോനെ തിരയരുത്. കാരണം ഒരിക്കലും തിരിച്ചിട്ടാത്ത വിധം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒന്നിനെ ഇനി എത്ര തിരിഞ്ഞാലും തിരികെ കിട്ടാൻ പോകുന്നില്ല. അത് നാൽപ്പാട്ടക്കാരനവര് ഉടനെ തിരിച്ചറിയും. അവളുടെ വാക്കുകൾ അയാൾക്കുള്ളിൽ അസ്ത്രം കണക്കെ തറഞ്ഞു കയറി. അയാൾ ഒരു നിമിഷം ഒന്ന് ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി. എന്റെ ഈ വാക്കുകൾ അവഗണിച്ച് ഇനി അതിനെ ശ്രമിച്ച ഇപ്പൊ രണ്ടുപേര് ചേർന്ന് താങ്ങുന്ന ഈ ശരീരം 4 പേര് ചേർന്ന് താങ്ങിക്കൊണ്ടുപോകും. അത് പക്ഷേ മുറിയിലേക്കായിരിക്കില്ലെന്ന് മാത്രം. അയാളുടെ ചുണ്ടുകൾ അത്രയും പതുക്കിയൊന്ന് ഉരുവിട്ടു. തൊണ്ടയെല്ലാം വറ്റി വരളുന്ന പോലെ. ഒരു നിമിഷത്തേക്ക് അയാളുടെ ദേഹമാസകൾ അഗ്നി പടർന്നു കയറുന്ന പോലെ അയാളൊന്നും പിടഞ്ഞു. തനിക്ക് മുന്നിൽ നിൽക്കുന്നവരുടെ കണ്ണിലെ തിളക്കം അത് അത്രമാത്രം അയാളെ ഭ്രാന്ത് പിടിപ്പിച്ചു. അയാൾക്കടുത്തുനിന്ന് അനന്തൻ അയാളുടെ ചുണ്ടുകളുടെ ചലനം തിരിച്ചറിഞ്ഞു മുന്നിലുള്ളവളെ തുറിച്ച് നോക്കി നിന്നു പോയി. അയാളുടെ ചുണ്ടുകൾ ഉരുവിട്ട നിമിഷം തന്നെ അവളുടെ ആ പകയിരുന്ന മിഴികൾ അയാളിൽ പതിഞ്ഞിരുന്നു. നീയും നിന്റെ മോനെല്ലാം വെന്തൊടുങ്ങും വരെ ഞാനുണ്ടാവും ഇനി ഇവിടെ. ഇന്ന് നീലിയാണെങ്കിൽ നാളെ. ആൾ തന്നെ തിളക്കമുള്ള കണ്ണുകളോടെ പറഞ്ഞുകൊണ്ടൊന്ന് ചിരിച്ചു. അതിനടുത്ത നിമിഷം തന്നെ നീലി കുഴഞ്ഞ് താഴേക്ക് ഇരുന്നു പോയി. നീലി! ഇന്ദ്രനൊരു വിളിയോടെ അവൾക്കരികിലേക്ക് ഇരുന്നു. ശിവശങ്കരനും അനന്തനും അപ്പോഴും അവിടെ നിന്ന് അനങ്ങാൻ കഴിയാത്ത വിധം തറഞ്ഞങ്ങനെ നിന്നുപോയി. ഈ ഒരു നിമിഷം പ്രതീക്ഷിച്ചതാണെങ്കിൽ കൂടി അത് ഇത്ര പെട്ടെന്ന് സംജാതമാവുമെന്ന് അയാൾ നനച്ചിരുന്നില്ല. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.